സ്റ്റുഡൻസ് എജുപ്ലസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് കെമിസ്ട്രിയിൽ ചാപ്റ്റർ 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് അറ്റോമിക് സ്ട്രക്ചർ എന്നാണ്. ആറ്റംസിൻ്റെ ടോട്ടൽ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള പല കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് അറ്റോമിക് മോഡൽസിനെ കുറിച്ചിട്ടാണ്. പിന്നെ അതുകൂടാതെ ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്താണെന്ന് മനസ്സിലാക്കും. ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്താണ്, അതിൻ്റെ മാസ് നമ്പർ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നതെന്നൊക്കെ നമുക്കിന്ന് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാം. പിന്നെ അവസാനമായിട്ട് നമ്മൾ നോക്കുന്നത് ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ ഓർബിറ്റൽ ഡയഗ്രംസും അതൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് പറയുന്നത് ഹിസ്റ്ററി ഓഫ് അറ്റോമിക് മോഡൽസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരു മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ബേസിക് യൂണിറ്റിനെയാണ് ആറ്റം എന്ന് പറയുന്നത്. ഈ ഒരു ആറ്റം എന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ടോമിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം വരുന്നത് നോൺ ഡിവിസിബിൾ, അതായത് ഭാഗിക്കാൻ പറ്റാത്തത് എന്നാണ്. ഈ ഒരു ആറ്റം മാത്രമല്ല ഡിസ്കവർ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് കൂടെ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺസ് ആണ് ആ ഒരു സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റുള്ള സ്ലൈഡ്സിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് നോക്കുന്ന ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കാഥോഡ് റേ എക്സ്പെരിമെൻറ്റിൽ കൂടെയാണ് നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കി എടുക്കുന്നത്. പിന്നെ തുടരെ പല സയൻറ്റിസ്റ്റും അതിനെ ഡെവലപ്പ് ചെയ്തിട്ടൊരു ബേസിക് ഒരു സ്ട്രക്ചർ നമുക്ക് അവസാനമായിട്ട് കിട്ടുന്നുണ്ട് ആറ്റത്തിൻ്റെ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് ഇനിയുള്ള സ്ലൈഡ്സിൽ കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ജെ തോംസൺ എന്ന സയൻറ്റിസ്റ്റിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹം കാഥോഡ് റേ എക്സ്പെരിമെൻറ്റിലൂടെ അദ്ദേഹം എന്താണ് ഫൗണ്ട് ചെയ്തെന്ന ഒരു അട്രാക്റ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് ടെർമിനലിന് ട്യൂബിൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്ക് ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഇലക്ട്രോൺസ് നെഗ്ലിജിബിൾ മാസ് ആയിരിക്കും ഉണ്ടാവുന്നത്, ഈസ് ചാർജ് 1. സോ ഈ ഒരു ഡിസ്കവറി പ്രകാരം അദ്ദേഹം ആറ്റം ഡിവിസിബിൾ ആണെന്ന് മനസ്സിലാക്കി എടുത്തു. സോ ഇതെന്താണ്, ആറ്റംസ് മെയ്ഡ് അപ്പ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ആണെന്ന് അദ്ദേഹം പറയുന്നു. ഓക്കെ, അപ്പം ഹീസ് unaware of these particles arranged within the atoms, ഈ ഒരു പ്രോട്ടോൺസും ഇലക്ട്രോൺസും. സോ ഹീ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് അറേഞ്ച്മെൻറ്റ് ഇൻ വാരിയസ് എക്സ്പെരിമെൻറ്റ്. അതിലൂടെയാണ് അദ്ദേഹം ഫസ്റ്റ് നമുക്ക് പരിചയപ്പെടുത്തുന്ന മോഡലാണ് പ്ലം പുഡിംഗ് മോഡൽ. ഈ ഒരു പ്ലം പുഡിംഗ് മോഡലുണ്ടല്ലോ, നമ്മൾ ബേസിക് ഈ ഒരു തോംസൺ അറ്റോമിക് മോഡൽ ആൻഡ് ക്രിസ്മസ് പുഡിംഗ് മോഡൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് പാർട്ടിക്കിൾ ഇലക്ട്രോൺസ് ആ ഒരു പ്ലം പുഡിൻ്റെ റേസിൻസുമായിട്ടാണ് വരുന്നത്. ഇനി അദ്ദേഹം വേറൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തതാണ് വാട്ടർ മെലണിൽ. അതിൻ്റെ ആ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടല്ലോ, അത് വാട്ടർ മെലണിൻ്റെ ആ ഒരു ഫ്ലഷി പാർട്ട് ഉണ്ടല്ലോ, റെഡ് കളറ്, അതായിരിക്കും വരുന്നത്. ബാക്കി ആ കുരുക്കൾ വരുന്നുണ്ടല്ലോ, സീഡ്, അതായിരിക്കും അതിൻ്റെ നെഗറ്റീവ് പാർട്ട്, ഇലക്ട്രോൺസ് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. ഓക്കെ, സോ ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് എക്സ്പെരിമെൻ്റ് വരുന്നത്. അപ്പം ഒരു ആറ്റം ഇസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ ആൻഡ് ഇലക്ട്രോൺസ് ആർ സെറ്റ് വിത്തിൻ ദ സ്ഫിയർ എന്നാണ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തത്. സോ ആറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണല്ലേ. ഓക്കെ, അപ്പം ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ തോംസൺ എന്ത് കൺക്ലൂഡ് ചെയ്തെന്ന് അറിയോ? ആറ്റം ഇസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്ഫിയർ ആണെന്നാണ് പറയുന്നത് ആൻഡ് ഇലക്ട്രോൺസ് ആർ എംബഡഡ് വിത്തിൻ. പക്ഷേ ഈ ഒരു അസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോങ് ആയിട്ടായിരുന്നു. സോ പോസിറ്റീവ് ചാർജ് ഇൻ ദ ആറ്റം ഹോസ് ദി നെഗറ്റീവ് ചാർജ്ഡ് ഇലക്ട്രോൺസ്. ഓക്കെ, അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. സോ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോൺസെപ്റ്റ് തെറ്റാണ് മനസ്സിലാവുന്നതാണ് നെക്സ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റിലൂടെ. കാരണം നമുക്ക് ഈ ഒരു എങ്ങനെയാണ് ഈ ഒരു ഇലക്ട്രോൺസ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നൊന്നും മനസ്സിലായില്ല. സോ നെക്സ്റ്റ് ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്, റുദർഫോർഡ്. അദ്ദേഹം ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് നടത്തി. ഈ ഒരു ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിൽ നമുക്കൊരു റേഡിയോ ആക്റ്റീവ് പാർട്ടിക്കിളായിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്ന ഒരു റേഡിയോ ആക്റ്റീവ് സോഴ്സ് ഉണ്ട്. അത് ഗോൾഡ് ഫോയിലിലൂടെ ആൽഫ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുമ്പോൾ അതിനെ ചുറ്റിയിട്ട് ഒരു സിങ്സ് ഫ്ലൂറസെൻസ്
സ്ക്രീൻ ഉണ്ട്. സോ ഈ ഒരു ആൽഫ പാർട്ടിക്കിൾസ് ഈ ഒരു സോഴ്സിൽ നിന്ന് പോയി ഗോൾഡ് ഫോയിലിൽ തട്ടുമ്പോൾ അത് ഡിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. സോ ഇത് ഒബ്സർവേഷൻ നോക്കുമ്പോൾ റേസ് എന്താണ് ഫ്ലൂറസെൻറ്റ് സ്ക്രീനിൽ നമുക്ക് വിസിബിൾ ആയിരിക്കും. അതിൽ കുറേ എണ്ണം ഒരുമിച്ച് പോകുന്നുണ്ട്, എൻ്റെ ബാക്കി എണ്ണം ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഒരു അറ്റോം എന്ന ഗോൾഡ് ഫോയിലുള്ള ഒരു പിക്ചറാണ് ഇവിടെ കാണിക്കുന്നത്. സോ ആ ഒരു ആൽഫ പാർട്ടിക്കിൾസ് ഇങ്ങനെ പോകുമ്പോൾ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് കുറേ ആൽഫ റേസ് പോകുന്നുണ്ട് അല്ലേ, അത് നേരെ ആ ഒരു ഫ്ലൂറസെൻറ്റ് സ്ക്രീനിൽ പതിക്കുന്നുണ്ട്. പക്ഷേ കുറേ എണ്ണം ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു, ഒന്നെങ്കിൽ ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ സ്മോൾ സ്കെയിലായിട്ട് കുറേ എണ്ണം ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. കൂടാതെ ഇത് എന്താണ് ബൗൺസ് ബാക്ക് ചെയ്തിട്ട് ഒന്ന് അവിടെ ആ ഒരു എലമെൻറ്റിൽ തട്ടി തിരിച്ച് 180 ഡിഗ്രി ആംഗിളിൽ അത് ബൗൺസ് ബാക്ക് ചെയ്ത് പോകുന്നുണ്ട്. സോ അവിടെ ഒരു അസംഷൻ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റുദർഫോർഡിൻ്റെ കൺക്ലൂഷൻ വെച്ചിട്ട് അദ്ദേഹം പറയാണ്, അപ്പം ഈ ഒരു എലമെൻറ്റ് ആറ്റത്തിനെ ചുറ്റിയിട്ട് ഒരു എംപ്റ്റി സ്പേസ് ഉണ്ട്. സോ ഈ ഒരു എംപ്റ്റി സ്പേസിലാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതിന്. ഓക്കെ, അപ്പോൾ ഇതാണ് റുദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. സോ through this experiment, Rutherford identified the scattering of alpha rays and discovered nucleus ഓഫ് എൻ ആറ്റം അല്ലേ. നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ എന്ത് മനസ്സിലാക്കാൻ പറ്റി? അദ്ദേഹം എന്താണ് ഒരു ആറ്റം കൺസിസ്റ്റ് ഓഫ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് എന്താണ് ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി എടുത്തു. നെക്സ്റ്റ് ഇദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് ഹി പ്രൊപ്പോസ്ഡ് ന്യൂക്ലിയർ മോഡൽ അല്ലേ, ആര് റുദർഫോർഡിൻ്റെ. ഇത് തെറ്റായിരുന്നു, ഇൻകറക്റ്റ് ആയിരുന്നു. ദറ്റ് ഈസ് ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഒരു സർക്കുലാർ മോഷനിൽ റിവോൾവ് ചെയ്യുമ്പോൾ അതിനെന്തായിരിക്കും ആക്സിലറേഷൻ ഗെയിൻ ചെയ്തിട്ടുണ്ടാവും. അതായത് ഇങ്ങനെ ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഒരു പാത്തിലൂടെ ഫിക്സഡ് പാത്തിലൂടെ എന്താണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുമ്പോൾ സോ ഇറ്റ്സ് കണ്ടിന്യൂസ്ലി വെരി കമ്പയർഡ് ടു ദി സൈസ് ഓഫ് ദി ആറ്റം. ഓക്കെ, ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ പ്രകാരം ഈ ഒരു മൂവിങ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഷുഡ് കണ്ടിന്യൂസ്ലി ലൂസ് ഇറ്റ്സ് എനർജി. സോ ആ ഒരു എനർജി പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് ഇങ്ങനെ ആ ഒരു ന്യൂക്ലിയസിൽ പോയിട്ട് അത് തകർന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പക്ഷേ ഈ ഒരു കാര്യം ഹാപ്പൻ ചെയ്യുന്നില്ല. കാരണം എല്ലാ ആറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റേബിളാണ്, അൺസ്റ്റേബിൾ അല്ല. നേരത്തെ പറഞ്ഞ കേസിലല്ല, അത് എനർജി ലോസ് ചെയ്തിട്ട് ന്യൂക്ലിയസുമായിട്ട് ഹിറ്റ് ചെയ്യുന്നില്ല എന്നാണ് കേട്ടോ. സോ ഇതിനൊരു പ്രതിവർത്തനം ചെയ്തതാണ് നീൽസ് ബോർ എന്നിട്ടുള്ള സയൻറ്റിസ്റ്റ്. സോ നീൽസ് ബോറാണ് ഈ ഒരു ആറ്റംസിൻ്റെ മോഡൽ ഇങ്ങനെയല്ല. അപ്പോൾ അദ്ദേഹം കുറച്ച് പോസ്റ്റുലേറ്റ്സ് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പം അദ്ദേഹം പറഞ്ഞ പോസ്റ്റുലേറ്റ്സ് ആണ്, only certain special orbits called discrete orbits of electrons are allowed inside the atom. While revolving in this discrete orbits, the electrons do not radiate energy. അതായത് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റുലേറ്റ്സിലൂടെ പറയുന്നത്, ഇങ്ങനെ ഒരു ഫിക്സഡ് ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എന്താണ് ഒരു എനർജിയും റേഡിയേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നാണ് കേട്ടോ. സോ നിങ്ങൾ ലൈക്ക് ഇതൊരു എക്സാമ്പിളായിട്ട് നോക്കുന്നതാണെങ്കിൽ സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ചെയ്യാം. സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ചെയ്താൽ നടുക്ക് സണ്ണായിരിക്കും അല്ലേ. സണ്ണായിട്ട് നമ്മളെ ന്യൂക്ലിയസിനെ വെക്കാം. ന്യൂക്ലിയസ് ആണ് നമ്മുടെ സണ്ണെന്ന് കരുതാം. സോ അതിനെ റിവോൾവ് ചെയ്തിട്ട് ഒരു ഫിക്സഡ് പാത്തിൽ നമ്മുടെ പ്ലാനറ്റ്സ് അല്ലേ മൂവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്ലാനറ്റ്സ് ആണ് നമ്മുടെ ഇലക്ട്രോൺസ് ആയിട്ട് പറയുന്നത് കേട്ടോ. സോ ആ ഒരു പ്ലാനറ്റ്സിന് എന്താണ് ഫിക്സഡ് ആയിട്ടുള്ള പാത്ത് ഉണ്ട്. ഇത് തന്നെയാണ് അറ്റോമിക് സ്ട്രക്ചറിൽ വരുന്നത്. സെൻട്രലിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിനെ റിവോൾവ് ചെയ്തിട്ട് ഇലക്ട്രോൺസ് ഉണ്ട് അപ്പം ഈ ഇലക്ട്രോൺസ് ഒക്കെ ചുറ്റുന്നത് എങ്ങനെയാണ്, ഒരു ഫിക്സഡ് പാത്തിലാണ്. ആ ഒരു ഫിക്സഡ് പാത്തിനെ ഷെൽ ഓർ എനർജി ലെവൽ എന്നാണ് കേട്ടോ പറയുന്നത്. സോ ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഷെൽ അല്ലെങ്കിൽ എനർജി ലെവൽസിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു എനർജി ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ഈ ഒരു എനർജി ലെവൽസ് അല്ലെങ്കിൽ ഓർബിറ്റ്സിൽ കൂടെയാണ് കേട്ടോ. സോ ഈ ഒരു എനർജി ലെവൽ എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാം എന്നാണ് അതിൻ്റെ ഒരു നെയിമിംഗ് ഇപ്പോൾ കൊടുക്കുന്നത്. ഈ ഒരു എനർജി ലെവലിന് നെയിംസ് ഉണ്ട് കേട്ടോ. ഈ ഷെൽ ഹാസ് ഗോട്ട് എ ഡിഫൈൻഡ് എനർജി ലെവൽ. ഓരോ എനർജി ലെവലുണ്ട്. അപ്പം ഈ ഓരോ ഷെൽസിൻ്റെ നെയിം ഓഫ് ദി ഷെൽസ് ആണ് നമ്മൾ ഇനി പറയുന്നത്. ഫസ്റ്റ് പാത്തിനെ നമ്മൾ കെ ഷെല്ല് പറയും, നെക്സ്റ്റ് എൽ ഷെല്ല് പറയും, പിന്നെ എം ഷെല്ല് ആൻഡ് ലാസ്റ്റ് വൺ എൻ ഷെല്ല് എന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെല്ലും അതിൻ്റെ നമ്പേഴ്സ് ഓഫ് ഷെല്ല് എത്രയുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വരുന്നത് n =
1 ആണ് വരുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് എല്ലിലാണെങ്കിൽ n=2 വരും. ആൻഡ് തേർഡ് n=3 ആൻഡ് ഫോർത്ത് 1 n ഷെല്ലിൽ വരുമ്പം n=4 ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു എനർജി ലെവൽസ് വരുന്നത്. നമുക്ക് പിന്നെ എന്താണ് നെക്സ്റ്റ് നമ്മളൊരു സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം. അപ്പം ഈ ഒരു സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം കൂടുതലായിട്ട് നമുക്കിപ്പം മനസ്സിലാക്കിയെടുക്കുന്നത് എന്താണ്, ഒരു ന്യൂക്ലിയസ് ഉണ്ട് ആൻഡ് ഒരു ഫിക്സഡ് ഓർബിറ്റലിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇലക്ട്രോൺസ് എന്താണ് റിവോൾവ് ചെയ്യുന്നുണ്ട് എന്ന്. ഇപ്പോൾ കറൻ്റ്ലി നമുക്കതാണ് സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റമായിട്ട് കിട്ടിയിട്ടിരിക്കുന്നത്. നെക്സ്റ്റ് 1932 ഒരു ഇംഗ്ലീഷ് ഫിസിസ്റ്റ് ആയിട്ടുള്ള സർ ജെയിംസ് ചാഡ്വിക് ആണ് പിന്നീട് എന്താണ് ഈ ഒരു പ്രോട്ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3 സബാറ്റോമിക് പാർട്ടിക്കിൾസിനെ കണ്ടെത്തിയത്. അപ്പം ഈ ഒരു അദ്ദേഹം ഒരു പ്രോട്ടോണിനെ കണ്ടെത്തിയിട്ടുണ്ട്, സബാറ്റോമിക് പാർട്ടിക്കിളിന്. അതിന് നോ ചാർജ് ആണ് വരുന്നത്. സോ ഹെൻസ് ഇറ്റ്സ് ന്യൂട്രൽ തിങ് ആണ്. സോ ഇതിനെ ന്യൂട്രോൺ എന്ന് വിളിച്ചു. n എന്നാണ് കേട്ടോ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ നമുക്കൊരു ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ അവസാനം കിട്ടിയിരിക്കുന്നതാണ്. ദാറ്റ് ഈസ് ന്യൂക്ലിയസിൽ എന്താണ് പ്രോട്ടോൺസും ഉണ്ട്, പോസിറ്റീവ്ലി ചാർജ് ന്യൂട്രോൺസും ഉണ്ട്, പിന്നെ അതിനെ റിവോൾവ് ചെയ്ത് നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസും ഉണ്ട്. ഇതാണ് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം വരുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇപ്പം ബോർ എന്താണ് ഒരു ആറ്റത്തിൻ്റെ മോഡൽ, കംപ്ലീറ്റ് ആറ്റം സ്ട്രക്ചർ ഇപ്പം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നതാണ്. സോ അദ്ദേഹത്തിൻ്റെ തന്നെ ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിനെ കുറിച്ച് ഹൈഡ്രജൻ ആറ്റത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഹി എക്സ്റ്റെൻഡ് ദി ഐഡിയ ഓഫ് എനർജി ക്വാണ്ടൈസേഷൻ ഈ ഒരു കാര്യത്തിൽ ആൻഡ് സെറ്റ് ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ഹൈഡ്രജൻ ആറ്റം ഇസ് ഓൾസോ ക്വാണ്ടൈസ്ഡ്. അതായത് എന്താണ്, അദ്ദേഹത്തിൻ്റെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മോഡലിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ആ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി അത് ക്വാണ്ടൈസ് ചെയ്തിട്ടുണ്ടെന്ന്. ദാറ്റ് മീൻസ് ദ ഇലക്ട്രോൺ ഹാവ് എൻ ഇമാജിനബിൾ എനർജി. പക്ഷേ ഈ ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എനർജി ലെവൽസിലായിരിക്കും ആ ഒരു എന്താണ് ന്യൂക്ലിയസിൽ നിന്ന് ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിലായിരിക്കും ഓരോ ഇലക്ട്രോൺസും അതിൻ്റെ പാത്തിൽ ഉണ്ടാവുന്നതെന്ന് കേട്ടോ. സോ ഈച്ച് ടൈപ്പ് ഓഫ് ആൻ ആറ്റം ഹാസ് ഇറ്റ്സ് എനർജി ലെവൽസ് ഇൻ ഡിഫറെൻറ്റ് വാല്യൂസ്. അതായത് ഓരോ ആറ്റത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള എനർജി ലെവൽസ് ഉണ്ടാവും. സോ അതിൻ്റെ വാല്യൂസും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് ദ നമ്പർ ഓഫ് യുണീക്ക് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ടാവും. അതിൻ്റെ ആ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ യുണീക്ക് നമ്പർ ഓഫ് പ്രോട്ടോൺസും ആയിരിക്കും ഉണ്ടാവുന്നത്. ആൻഡ് അവിടെ ഉണ്ടാവുന്ന ഒരു ഇലക്ട്രോണിൻ്റെ ട്രാൻസ്മിഷന് വരുന്നത് എനർജി ലെവലായിട്ടുള്ള ഒരു എനർജി ലെവലിൽ നിന്നും വേറൊരു എനർജി ലെവലിലേക്കായിരിക്കും അതിൻ്റെ ഇലക്ട്രോൺ ട്രാൻസ്മിഷൻ വരുന്നത്. സോ ഇങ്ങനെ ഇലക്ട്രോൺസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവൽ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ് എന്താണെങ്കിലും ഈ ഒരു ഇലക്ട്രോൺ ട്രാൻസ്മിഷൻ ഉണ്ടാവുമല്ലോ. സോ അവിടെ നിന്ന് ഒരു ഫോട്ടോണിനെ ഒന്നെങ്കിൽ ഈതർ അബ്സോർബ്ഡ് ഓർ എമിറ്റഡ്. ഇവിടെ നിങ്ങൾ എക്സൈറ്റേഷൻ റിലാക്സേഷൻ എന്ന് കാണുന്നില്ലേ, അതായത് റിലാക്സേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഫോട്ടോണിനെ എമിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സൈറ്റേഷൻ ആ ഒരു ടൈമിൽ എനർജി അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അതായത് ഹയറിന്ന് ലോവർ എനർജി ലെവലിലേക്കോ അല്ലെങ്കിൽ ലോവറിന്ന് ഹയർ എനർജി ലെവലിലേക്കോ അവിടുന്ന് എന്താണ് ഫോട്ടോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കുന്നതാണെങ്കിൽ സോ ദി ഇലക്ട്രോൺ ഫ്രം ദി ഹൈഡ്രജൻ ആറ്റം ഗോസ് ഫ്രം ദി ഇവിടുന്ന് തേർഡ് n=3 എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ നിന്ന് n=2 എന്ന് പറഞ്ഞിട്ടുള്ള എനർജി ലെവലിലേക്ക് ഫോട്ടോണ് എമിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് ഓൾസോ ഗോ ടു ലോവർ ടു ഹയർ എനർജി ലെവൽ. ഇലക്ട്രോൺ മസ്റ്റ് അബ്സോർബ് എ ഫോട്ടോൺ ദാറ്റ് ഈസ് പെർട്ടിക്കുലർ എനർജി. അതായത് n=3ന്ന് n=2ലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അവിടെ ഒരു ഫോട്ടോണിനെ എമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പം 2ന്ന് 3ലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ ഒരു ഫോട്ടോണിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്നാണ് കേട്ടോ പറയുന്നത്. സോ ഫോർ ഹൈഡ്രജൻ ആറ്റം എനർജി ലെവൽ ഡിപ്പെൻഡ്സ് ഓൺ റൈഡ്ബർഗ് കോൺസ്റ്റൻറ്റ്. അപ്പം ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ വെച്ച് പറയുമ്പോഴും അവരുടെ എനർജി ലെവൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് റൈഡ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. അപ്പം റൈഡ്ബർഗ് കോൺസ്റ്റൻറ്റ് എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് അതിൻ്റെ സിമ്പിൾ വരുന്നത് RH = അതിൻ്റെ
വാല്യൂ വരുന്നത് 2.179 ഇൻറ്റു 10⁻⁻18 ജൂളാണ് കേട്ടോ. സോ ഇതിൻ്റെ നമ്മളിപ്പം ഈ ഒരു റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് എന്താണ് കണ്ടെത്തുന്നതെന്ന് നോക്കുന്നത്. അതായത് നമ്മളിപ്പം ഉണ്ടാവുമല്ലോ ഒരു ട്രാൻസിഷൻ നടക്കുന്നുണ്ടല്ലോ, അതായത് ഹയർ എനർജി ലെവലിൽ ലോവർ എനർജി ലെവലിലേക്ക് ഒരു ട്രാൻസിഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ വൈസ് വേഴ്സ ലോവർ ടു ഹയർ എനർജി ലെവലിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഇലക്ട്രോൺസിൻ്റെ റേഷ്യോ ആണ്, ചേഞ്ച് ആയിരിക്കും, അതിൻ്റെ ഇലക്ട്രോൺ എനർജീൻ്റെ ചേഞ്ചാണ് നമ്മളിപ്പം ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത്. In energy during the transition is delta E electron is equal to minus RH 1/nf square minus 1/ni square. ഇതിൽ NF എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് എനർജി ലെവലിലാണോ ഈ ഒരു ഇലക്ട്രോൺ എൻഡ് ചെയ്യുന്നത്, അവസാനിക്കുന്നത് എവിടെയാണോ എന്ന്. അതായത് പിന്നെ NI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ എന്നാണ് കേട്ടോ, ഇനീഷ്യൽ സ്റ്റേജിൽ അത് എവിടെ നിന്നാണ് ബിഗിൻ ചെയ്യുന്നത്. F മെയിൻ ചെയ്യുന്ന NF എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫൈനൽ സ്റ്റേറ്റ്, അതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ് എവിടെയാണെന്നാണ്. അപ്പോൾ ഇത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എക്സാമ്പിൾ വേണം അല്ലേ, എന്നാലിത് മനസ്സിലാവും. സോ ഇവിടെ നമ്മളൊരു എനർജി ലെവൽ, ഒരു ആറ്റത്തിൻ്റെ എനർജി ലെവൽ കൊടുത്തിട്ടുണ്ട്. അതിൽ 4 എനർജി ലെവൽ 4 2ലേക്കാണ് പോകേണ്ടത്, ആ ഒരു ട്രാൻസിഷൻ വരുന്നത്. അപ്പം ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ കൊടുക്കാം -RH 1/nf സ്ക്വയർ മൈനസ് 1/ni സ്ക്വയർ. അപ്പം ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു -RH സബ്സ്ക്രിപ്റ്റിൽ. ഇനിയിപ്പം അതിൻ്റെ ഫൈനലായിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? കാരണം 4 ഹയർ ടു ലോവറാണ്, ലോവറായിട്ട് വരുന്നത്. ഫൈനലായിട്ട് അത് എൻഡ് ചെയ്യുന്നത് 2ലാണ് വരുന്നത് അല്ലേ, രണ്ടാമത്തെ എനർജി ലെവലാണ്. അപ്പോൾ 1/2 സ്ക്വയർ മൈനസ് 1 ഇനീഷ്യലി തുടങ്ങുന്നത് എന്താണ്, n = 4 എന്നാണ് തുടങ്ങുന്നത്. സോ ദാറ്റ് ഈസ് 1/4 സ്ക്വയർ. ഇപ്പോൾ നമ്മളിത് ഇക്വേഷന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് -2.179 ഇൻറ്റു 10⁻⁻18 J എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റിൻ്റെ എന്താണ് വാല്യൂ ആണ് വരുന്നത്. അത് ഇൻറ്റു നമ്മൾ ആ ഒരു ബ്രാക്കറ്റിലുള്ള നമ്മളെ വാല്യൂസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. സോ നമുക്ക് അവസാനം കിട്ടുന്ന ആ ഒരു ഇക്വേഷൻ ഡെൽറ്റ ഇ ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു അത് എമിറ്റ് ചെയ്ത ഫോട്ടോണാണ്, ആ ഒരു ട്രാൻസിഷനിൽ എമിറ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോണാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ഈ ഒരു ഹയർ ടു ലോവർ ട്രാൻസിഷനാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിൻ്റെ വാല്യൂ ഇവിടെ വരുന്നത് -4.90 ഇൻറ്റു 10⁻⁻19 J ആണ്. സോ അത് അവിടെ നിന്ന് ആ ഒരു ട്രാൻസിഷനിൽ എമിറ്റ് ചെയ്തിട്ടുള്ള ആ ഫോട്ടോണെയാണ് പറയുന്നത്. സോ ഇനിയിപ്പോൾ ഫോട്ടോണിൻ്റെ ആ ഒരു ഇത് നമുക്ക് വേവ് ലെങ്ത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയെടുക്കണം അല്ലേ. യൂസിങ് ദിസ് ഇക്വേഷൻ വി ക്യാൻ പ്രെഡിക്റ്റ് ദ വേ ഓഫ് ഫോട്ടോൺ അസോസിയേഷൻ വിത്ത് ദി എനി പോസിബിൾ ട്രാൻസിഷൻ വിത്ത് ദി ഹൈഡ്രജൻ ആറ്റം. സോ ഇതിൽ ഈ ഒരു ഫോട്ടോണ് അതിൻ്റെ എന്താണ് 4.09 ഇൻറ്റു 10⁻⁹ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം എനർജി ഈസ് ഈക്വൽ ടു HV ആണ്. H എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് വിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വി സിൻസ് C ഈസ് ഈക്വൽ ടു λV എന്ന് കൊടുക്കാം. അപ്പം സോ E ഈസ് ഈക്വൽ ടു HC, അവിടെ വിൻ്റെ സ്ഥാനത്ത് നമ്മൾ C/λ ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത്. സോ ഇവിടെ നമുക്ക് വേവ് ലെങ്ത് ആണ്, ആ ഒരു ഫോട്ടോൻ്റെ വേവ് ലെങ്ത്, ട്രാൻസിഷനിലുണ്ടായ ഫോട്ടോൻ്റെ വേവ് ലെങ്ത് ആണ് ഇവിടെ കാണിക്കുന്നത്, മനസ്സിലാക്കേണ്ടത്. സോ നമുക്ക് വേവ് ലെങ്ത്തിന് വേണ്ടി L എടുത്ത് ലാംഡ നോക്കിക്കഴിഞ്ഞാൽ എന്തായിട്ട് ആ ഒരു ഇക്വേഷൻ മാറും, HC / E ആയിട്ട് മാറും. അപ്പം ആ ഒരു ലാംഡ കണ്ടെത്താൻ, വേവ് ലെങ്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട്, ഫോട്ടോൻ്റെ വേവ് ലെങ്ത് കണ്ടെത്താൻ വേണ്ടി നമ്മുടെ ആ ഇക്വേഷനിൽ നമ്മൾ ഓരോ വാല്യൂസും പുട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം H എന്ന് വെച്ച് കഴിഞ്ഞാൽ Hൻ്റെ വാല്യൂ വരുന്നത് 6.626 ഇൻറ്റു 10⁻⁻34 ആണ്. അത് നമ്മുടെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ആണ്, അത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. സോ നമ്മുടെ C എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്, ദാറ്റ് ഈസ് 3.00 ഇൻറ്റു 10⁻⁸ m/s. പിന്നെ നമുക്ക് അത് ഡിവൈഡഡ് ബൈ നമ്മുടെ എനർജി, ഫോട്ടോൺ എമിറ്റ് ചെയ്ത ആ ഒരു ഫോട്ടോൻ്റെ എനർജിയാണ് വരുന്നത്. ഇത് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വാല്യൂസൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഫോട്ടോൻ്റെ വേവ് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4.86 ഇൻറ്റു 10⁻⁻7 എന്നാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഇതിലൂടെ 4 ഹയർ എനർജി ലെവലിന് രണ്ടാമത്തെ എനർജി ലെവലിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺ ഉണ്ടല്ലോ. സോ ആ ഒരു
ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൽ 4.86 × 10⁻⁷ m ആയിരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ട്രാൻസിഷനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം നമ്മളെന്താണ് ഈ ഒരു ട്രാൻസിഷനെ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. സോ അക്കോർഡിംഗ് ടു ദെയർ എനർജി ലെവൽസ് ദേ ലാൻഡ്, അതായത് എവിടെയാണോ അവർ ലാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അവരുടെ ഗ്രൂപ്പിംഗ്, ആ ട്രാൻസിഷനെ ഗ്രൂപ്പ് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ അത് ഈ ഒരു ഇലക്ട്രോണ് എൻഡ് ചെയ്യുന്നത് n=1 ഒന്നാമത്തെ എനർജി ലെവലിലാണ് ഇലക്ട്രോണ് ട്രാൻസിഷൻ ചെയ്യുമ്പോൾ ലാൻഡ് ചെയ്യുന്നെങ്കിൽ അതിനെ ലൈമാൻ സീരീസ് എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഇനിയിപ്പം എനർജി ലെവലിൽ രണ്ടാമത്തെ n=2 നമ്മുടെ ഇലക്ട്രോൺസ് എൻഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ ബാൽമർ സീരീസ് എന്ന് വിളിക്കും. n=3 ആണെങ്കിൽ പാസ്റ്റൺ സീരീസ് ആൻഡ് n=4 ബ്രാക്കറ്റ് സീരീസ്. അങ്ങനെ ഇത് നടന്നുകൊണ്ടേയിരിക്കും കേട്ടോ, അത് എവിടെയാണോ ലാൻഡ് ചെയ്യുന്നത് അതുവരെ. ഓക്കെ, അപ്പം ഈ ഒരു നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യം, ഈ ഒരു ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എനർജി ലെവൽ ഉണ്ടല്ലോ, ആ ഒരു എനർജി ലെവലിൻ്റെ ഗ്യാപ്പ് നിങ്ങളൊന്ന് നോക്കി നോക്കൂ. n=1 ലൈമാൻ സീരീസും ബാൽമർ സീരീസിൻ്റെ ഗ്യാപ്പ് നോക്കും. ദറ്റ് ഈസ് ഡിക്രീസ്. അത് പിന്നീട് പാസ്റ്റൺ സീരീസിലേക്കും ബ്രാക്കറ്റ് സീരീസിലേക്കും പോകുമ്പോഴേക്ക് ഡിക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഫസ്റ്റ് ഉണ്ടായിരുന്നുള്ള ഗ്യാപ്പ് അല്ല പിന്നീട് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതായത് n=∞ എത്തുമ്പോഴേക്കും ഗ്യാപ്പ് കുറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എനർജി ലെവൽസ് എന്തായിരിക്കും, ഷെല്ലിൻ്റെ എണ്ണം അത് കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഹാസ് ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ്. അപ്പോൾ n=∞ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയസ് നിന്നും അത്രക്കും ദൂരയിലായിരിക്കും ഉണ്ടാവുന്നത്. ചില കേസിൽ ഈ ഒരു ഇലക്ട്രോൺസ് ഉണ്ടാവില്ല, ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന പരിധിയിൽ നിന്ന് കൂടുതലും അങ്ങോട്ടേക്കാണെങ്കിൽ ആ ഒരു ന്യൂക്ലിയസിൽ നിന്ന് തന്നെ ബൗണ്ട് ചെയ്യാനുള്ള അകൽച്ച കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ അത് റിജക്റ്റ് ചെയ്ത് പോകുന്നുണ്ട് ആ ഒരു ആറ്റത്തിൽ നിന്ന് തന്നെ. സോ ഇവിടെ നിങ്ങൾ ബാൽമർ സീരീസ് നോക്കുന്നതാണെങ്കിൽ ദ ബാൽമർ സീരീസ് ഹാപ്പൻസ് ടു കണ്ടെയ്ൻസ് ട്രാൻസിഷൻ അല്ലേ, ദാറ്റ് ജനറേറ്റ് ഫോട്ടോൺസ്. അപ്പോൾ ഈ ഒരു ബാൽമർ സീരീസിലുണ്ടല്ലോ ഫോട്ടോൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇൻ ദ വിസിബിൾ ലൈറ്റ്. ദീസ് ആർ ദി ഫൗണ്ട് ഓൺ ദി ഹൈഡ്രജൻ എമിഷൻ സ്പെക്ട്രം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ അതാണ് നോക്കുന്നത്. ഈ ഒരു ഹൈഡ്രജൻ എമിഷൻ സ്പെക്ട്രത്തിൽ ബാൽമർ സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ n=2 വരുന്നത് അല്ലേ, നമ്പർ ഓഫ് ഷെല്ല്, രണ്ടാമത്തെ ഷെല്ലിലുള്ള അവിടെയാണ് ബാൽമർ സീരീസ് വരുന്നത്. അവിടെ നിന്ന് നമ്മുടെ വിസിബിൾ സ്പെക്ട്രമാണ് അല്ലേ, വിസിബിൾ ലൈറ്റ്സ് ആണ്. അവിടുന്ന് ആ ഒരു വിസിബിൾ ലൈറ്റിൽ നിന്നാണ് ഫോട്ടോൺസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ദിസ് ലൈൻസ് കറസ്പോണ്ട് ടു ദ ഇലക്ട്രോൺ ട്രാൻസിഷൻ that ends into n=2. So the resulting photon that transition emit which happen to form in the visible spectrum. അതായത് നിങ്ങൾ ഈ ഒരു ചിത്രത്തിൽ നോക്കൂ, n=2 എന്ന് അതിൽ ഈ ഒരു റെഡ് ഉണ്ടല്ലോ, റെഡ് ലൈന് കാണുന്നത്. സോ ആ ഒരു റെഡ് ലൈൻ എവിടെ നിന്നാണ് പോകുന്നത്, തേർഡ് സബ് ഷെല്ലിൽ നിന്നാണ് അല്ലേ. ആ ഒരു തേർഡ് സബ് ഷെല്ലിലേക്ക് പോകുമ്പോൾ തേർഡ് ഷെല്ലിലേക്ക് പോകുന്നതാണ്. സോ അതിൻ്റെ വാല്യൂ വരുന്നത് 656 nm ആയിരിക്കും കേട്ടോ. ഇനിയിപ്പം നാലാമത്തെ ഷെല്ലിൽ നിന്ന് രണ്ടാമത്തെ ബാൽമർ സീരീസിലേക്ക് വരുന്നതാണ് ഇലക്ട്രോൺസ് അല്ലേ. ആ ഒരു എനർജി ലെവലിൽ നിന്ന് നാലാമത്തെ എനർജി ലെവലിൽ നിന്ന് രണ്ടാമത്തെ എനർജി ലെവലിലേക്ക് വരുമ്പോഴേക്ക് ആ ഒരു ട്രാൻസിഷൻ നടക്കുമ്പം അത് ദാറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ദി ബ്ലൂ ഗ്രീൻ. ആ ഒരു ബ്ലൂ ഗ്രീൻ ലൈനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനിയിപ്പം അഞ്ചാമത്തെ എനർജി ലെവലിൽ നിന്ന് രണ്ടാമത്തെ ബാൽമർ സീരീസിലേക്ക് ഇലക്ട്രോൺസ് വരുമ്പോൾ, അല്ലെങ്കിൽ അത് ആ ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺ എന്ന് വെക്കുമ്പോൾ, ആ ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ ഒരു ഫോട്ടോൺ എന്തായാലും എമിറ്റ് ചെയ്യൂലേ. അപ്പോൾ അവിടെ അവർ ഡിനോട്ട് ചെയ്യുന്ന ലൈൻസ് വരുന്നത് ആ ഒരു 434 നാനോമീറ്ററുള്ള ആ ഒരു വയലറ്റ് ലൈറ്റാണ് കേട്ടോ. ഇനിയിപ്പം അടുത്ത n=6 ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അതൊരു റോസ് ലൈറ്റ് ആയിരിക്കും എമിറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ഉണ്ടാകുന്നത്. സോ ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ആസ് വി സെഡ് ദിസ് എനർജീസ് ആർ യുണീക്ക് കേട്ടോ. ഈ ഒരു എനർജീസ് ഒക്കെ ഈ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൽ മാത്രം യുണീക്കാണ്.
every element have its own emission spectrum. എല്ലാ എലമെൻറ്റിനും, എലമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഹൈഡ്രജനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, ഹീലിയം, ലിഥിയം, ഓക്സിജൻ, അങ്ങനെ പറഞ്ഞിട്ടുള്ള പല എലമെൻറ്റ്സ് ഉണ്ട്. അതിനൊക്കെ യുണീക്കായിട്ടുള്ള അവരുടേതായിട്ടുള്ള ഓരോ സ്പെക്ട്രം ഉണ്ട് കേട്ടോ, എമിഷൻ സ്പെക്ട്രം ഉണ്ടാവുന്നതാണ്. സോ ദേ ഫോർ ഡിഫറെൻ്റ്ലി സ്പേസ്ഡ് എനർജി ലെവൽസും അതിന് യുണീക്കായിട്ടുള്ള ന്യൂക്ലിയസും ഉണ്ടാവും. സോ ഇൻ ദിസ് വേ ആൻ എലമെൻ്റ് എമിഷൻ സ്പെക്ട്രം സോർട്ട് ഓഫ് ലൈക്ക് ഒരു ഫിംഗർ പ്രിൻറ്റ് പോലെയാണത് വരുന്നത്. ഇപ്പം നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ബാക്കിയുള്ളവർക്ക് കാണത്തില്ല, കാരണം അത് യുണീക്കാണ്, ഓരോരുത്തർക്കും ഓരോ ഫിംഗർ പ്രിൻ്റാണ്. അതേപോലെ തന്നെയാണ് ഓരോ എലമെൻസിനും യുണീക്കായിട്ടുള്ള എമിഷൻ സ്പെക്ട്രം ആയിരിക്കും കേട്ടോ ഉണ്ടാകുന്നത്. ദിസ് ഈസ് ഹാവ് വി കൻ നോ കോമ്പോസിഷൻ ഓഫ് ഒബ്ജക്ട്സ് ഇൻ സ്പേസ് ബൈ അനലൈസിങ് ദി ലൈറ്റ് വി കൻ സീ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബോർ മോഡലിൽ നമ്മൾ പഠിച്ചു എന്താണ് ബോർ മോഡൽ ഓഫ് ആറ്റംസ്. ഇനി നെക്സ്റ്റ് അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്, എന്താണ് ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ദിസ് മോഡൽ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു സ്പീഷീസ് ഹാവിങ് 1 ഇലക്ട്രോൺ സച്ച് എസ് ഹൈഡ്രജൻ. അതെന്താണ്, അദ്ദേഹത്തിന് ഈ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ആ ഒരു ഇത് മാത്രമേ പറയാൻ പറ്റിയുള്ളൂ. അതാണ് ഏറ്റവും വലിയ എന്താണ് പോരായ്മയായിട്ട് വരുന്നത്. ബാക്കി വരുന്ന എലമെൻറ്റ്സിൽ പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ആവിഷ്കരിക്കാൻ പറ്റുന്നില്ല. സോ ദിസ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ടു ദി സ്പീഷീസ് ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, ഇറ്റ് വാസ് അനേബിൾ ടു എക്സ്പ്ലെയിൻ ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദി പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓർ ആൻ ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെയോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയോ പ്രസൻസിൽ എന്താണ് ഈ ഒരു സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല അദ്ദേഹത്തിന്. ആൻഡ് അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷൻസ്, അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത് അനേബിൾ ടു എക്സ്പ്ലെയിൻ വൈ ദി ഇലക്ട്രോൺ ഈസ് റെസ്ട്രിക്റ്റഡ് ടു റിവോൾവ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ എ ഫിക്സഡ് ഓർബിറ്റ്. അപ്പോൾ എന്താണ് പറയാൻ കഴിയാതിരുന്നത്, എങ്ങനെ ഈ ഒരു ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഫിക്സഡ് ഓർബിറ്റിൽ മാത്രമായിട്ട് എന്താണ് റെസ്ട്രിക്റ്റ് ആയിട്ടുള്ളത് എന്നാണ്. അതും അതിനെക്കുറിച്ചിട്ടും പ്രതിപാദിക്കാൻ ബോർ ആറ്റം മോഡലിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് ബോർ ആറ്റം മോഡലിൻ്റെ എന്താണ് ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇതാണ് ഹിസ്റ്ററി ഓഫ് അറ്റോമിക് മോഡൽ. ഒരു സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആറ്റംസിൻ്റെ സ്ട്രക്ചർ എന്താണ്, ദാറ്റ് ഈസ് സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ടാവും, അതിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടോൺ ഉണ്ടാവും, ആൻഡ് ന്യൂട്രൽ ചാർജ് ആയിട്ടുള്ള ന്യൂട്രോൺ ഉണ്ടാവും. ആൻഡ് ന്യൂക്ലിയസിനെ സറൗണ്ടഡ് ചെയ്തിട്ട് ഒരു ഫിക്സഡ് ഓർബിറ്റിൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് ലുക്ക് ലൈക്ക് എൻ ആറ്റം സ്ട്രക്ചർ വരുന്നത്. സോ ഇനിയിപ്പം ഈ ഒരു ആറ്റത്തിൽ നമുക്ക് അറ്റോമിക് നമ്പർ ആൻഡ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കണം. ഒരു അറ്റോമിക് നമ്പർ, ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഈസ് നോൺ ആസ് ദി അറ്റോമിക് നമ്പർ. അതായത് നമ്മളിപ്പം ന്യൂക്ലിയസിലാണല്ലോ പ്രോട്ടോൺസ് ഉള്ളത്, ആ ഒരു പ്രോട്ടോൺസിൻ്റെ നമ്പറിനെയാണ് അറ്റോമിക് നമ്പറായിട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സിമ്പിൾ എന്താണ് വരുന്നത്, Z ആണ് വരുന്നത്. ഇതിൻ്റെ മാസ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റോമിക് മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ സിമ്പിൾ വരുന്നത് ഡിനോട്ട് ചെയ്യുന്നത് A വെച്ചിട്ടാണ് കേട്ടോ. ദറ്റ് ഈസ് ദ മാസ് നമ്പർ ഓഫ് എൻ ആറ്റം ഇസ് ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ദി നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അതായത് ന്യൂക്ലിയസിൽ ഉണ്ടാകുന്ന ആ ഒരു പാർട്ടിക്കിൾസ് ഉണ്ടാവുമല്ലോ, സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്, അതിൻ്റെ ആകെ തുക സം ചെയ്ത് കഴിഞ്ഞാൽ, അത് രണ്ടും സം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും അതിൻ്റെ മാസ് നമ്പർ, ആ ഒരു എലമെൻറ്റിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. ആൻഡ് പ്രോട്ടോണിൻ്റെ മാത്രം വാല്യൂവിനെ നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. വെൻ an atom is represented by its symbol, the mass number and the sum times the atomic number shown in this figure. അവിടെ Ca ആണ് നമ്മൾ എടുത്തിട്ടിരിക്കുന്നത്, കാൽഷ്യം. സോ ഇതിൻ്റെ മാസ് നമ്പർ ആൻഡ് അറ്റോമിക് നമ്പറാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. മാസ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ദറ്റ് ഈസ് മാസ് നമ്പർ ഇറ്റ്സ് റെപ്രസെൻറ്റ് ബൈ ദി പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് അല്ലേ. പ്രോട്ടോൺസും ന്യൂട്രോൺസും കൂടിയിട്ടുള്ളതാണ് മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അറ്റോമിക് നമ്പർ ആയിട്ടുള്ള Z നമുക്ക് കിട്ടിയിരിക്കുന്നത്, അതായത് പ്രോട്ടോൺ മാത്രം കിട്ടിയിരിക്കുന്നത് എന്താണ്, 20 ആണ്. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നാം, അപ്പം ന്യൂട്രോൺ എത്ര ഉണ്ടായിരിക്കുന്നു, അത് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ദറ്റ് ഈസ് ന്യൂട്രോൺ കണ്ടെത്തണമെങ്കിൽ അതിൻ്റെ ഒരു ഇക്വേഷൻ ആയിട്ട് വരുന്നത് n=a - Z. അതായത് ഓൾറെഡി നമുക്ക് പ്രോട്ടോണും ന്യൂട്രോണും കൂടിയിട്ടുള്ളതാണ് മാസ് നമ്പർ വരുന്നത് അല്ലേ. ആ ഒരു മാസ് നമ്പർ മൈനസ് പ്രോട്ടോൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രോൺ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ന്യൂട്രോൺ കണ്ടുപിടിക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഐസോട്ടോപ്സിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഐസോട്ടോപ്സ് എന്ന് മനസ്സിലാക്കണം.
So isotopes are atoms of the same element that contain different numbers of neutrons. അതായത് ഒരേ എലമെൻറ്റ് തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഒരു പിക്ചറിൽ തന്നെ കാണുന്ന കാർബൺ 12ൻ്റെ ഐസോട്ടോപ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ ദാറ്റ് കണ്ടെയ്ൻ ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഓഫ് ന്യൂട്രോൺസ്. അതിൻ്റെ ന്യൂട്രോൺസ് എന്തായിരിക്കും, അതിലടക്കിയിരിക്കുന്ന ന്യൂട്രോൺസ് ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് ഈ ഒരു ഐസോടൈപ്പിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ നമ്മളിപ്പം കാർബൺ 12ഉം കാർബൺ 13ഉമാണ് ഇവിടെ ഈ ഒരു പിക്ചർ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കാർബൺ 12ൽ എന്താണ്, ആ ഒരു എലമെൻറ്റിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് സബ്സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ അറ്റോമിക് നമ്പർ, ആൻഡ് സൂപ്പർ സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നതാണ് മാസ് നമ്പറായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പറയുന്ന ന്യൂട്രോൺസ് ഡിഫറെൻ്റ് ആണെന്നാണ്. അപ്പം എന്തായാലും അറ്റോമിക് നമ്പറിൻ്റെ കേസിൽ മാറ്റം വരുത്തില്ല. അറ്റോമിക് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോൺ മാത്രമാണ്. അപ്പോൾ കാർബൺ 13ലും 12ലും പ്രോട്ടോൺ സെയിം ആണ്, 6 ആണ് വരുന്നത്. സബ്സ്ക്രിപ്റ്റിൽ 6 ആണ് വരുന്നത്. ഇനിയിപ്പോൾ സൂപ്പർ സ്ക്രിപ്റ്റിൻ്റെ കേസിൽ നോക്കുന്നതാണെങ്കിൽ മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ഐസോട്ടോപ്പ് നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഐസോട്ടോപ്പിൽ ആ ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും ആൻഡ് ദ മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. അത്ര മാത്രം നോക്കിയാൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഐസോട്ടോപ്സ് ഏതാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും കുറച്ച് എക്സാമ്പിൾസ് തന്നു കഴിഞ്ഞാൽ. The reactivity of different isotopes of an element is identical because they have the same number of electrons. The different masses of the atoms means that physical properties of isotopes are slightly different. എന്താണ് ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മാസ് നമ്പർ കാരണം ഉദ്ദേശിക്കുന്നത്? ദറ്റ് ഈസ് അതിൻ്റെ സ്ലൈറ്റ്ലി കാർബൺ 12 ഐസോട്ടോപ്പ് എടുത്തു കഴിഞ്ഞാലും കാർബൺ 13 എടുത്തു കഴിഞ്ഞാലും ആ ഒരു രണ്ട് എലമെൻറ്റും സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്, എന്തെങ്കിലും ചെറിയ കാര്യത്തിൽ അതിനെന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ ഒരു വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാസ് നമ്പറിൽ ഡിഫറൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഓർക്കുക, ഐസോട്ടോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും, ഡിഫറെൻറ്റ് മാസ് നമ്പർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള എക്സാമ്പിൾസ് ആയിരിക്കും ഐസോട്ടോപ്സ് വരുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് തന്നെ നമുക്ക് നോക്കാം. ഇവിടെ ക്ലോറിൻ ആണ് എടുത്തിരിക്കുന്നത്. ക്ലോറിൽ അറ്റോമിക് നമ്പർ നോക്കൂ, സബ്സ്ക്രിപ്റ്റിൽ 17 വരുന്നത് 2 എണ്ണത്തിൻ്റെ അല്ലേ. ഇനിയിപ്പം മാസ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ് വരുന്നത്. അപ്പം ഒന്നിൽ ക്ലോറിൽ ഫസ്റ്റ് വരുന്നത് 35 ആൻഡ് രണ്ടാമത്തെ പിക്ചറിൽ 37 ആണ് വരുന്നത് അല്ലേ. രണ്ട് എന്താണ് ന്യൂട്രോൺസിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. അതായത് ഫസ്റ്റ് ക്ലോറിൻ്റെ കേസിൽ 17 പ്രോട്ടോണും 18 ന്യൂട്രോണും ആണെങ്കിൽ രണ്ടാമത്തെ കേസിൽ അവിടെ ന്യൂട്രോണിൻ്റെ ആധിക്യമുണ്ട് അല്ലേ. ക്ലോറിൻ 37ൽ ന്യൂട്രോണ് 2 എക്സ്ട്രാ കൂടി. അതുകൊണ്ടാണ് ഐസോട്ടോപ്സിൽ എന്ത് പറയുന്നത്, സെയിം അറ്റോമിക് നമ്പർ ആൻഡ് ഡിഫറെൻറ്റ് മാസ് നമ്പർ വരുന്നത്. ആ ഒരു മാസ് നമ്പറിൽ ന്യൂട്രോൺസിൻ്റെ അളവായിരിക്കും കേട്ടോ ചേഞ്ച് ആവുന്നത്, പ്രോട്ടോൺ അല്ല. പ്രോട്ടോണിൻ്റെ ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ അറ്റോമിക് നമ്പറിലായിരിക്കും വേരിയേഷൻസ് കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റീനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഐൻസ്റ്റീൻ ആണ് ഇത് പറഞ്ഞിട്ടുള്ള ലൈറ്റ് വേവിന് ഡ്യുവൽ നാച്ചർ ഉണ്ടെന്ന്. സോ ഡ്യുവൽ നാച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ലൈറ്റ് ഫോട്ടോൺസ് ബിഹേവ് ലൈക്ക് ബോത്ത് എ പാർട്ടിക്കിൾ ആൻഡ് ആസ് എ വേവ്. അതായത് എന്താണ്, ലൈറ്റിൻ്റെ ഫോട്ടോൺസ്, ലൈറ്റിൽ അടങ്ങിയിട്ടുള്ള ഫോട്ടോൺസ് ഉണ്ടല്ലോ, അത് വേവായിട്ടും വേവായിട്ടോ അല്ലെങ്കിൽ പാർട്ടിക്കിളായിട്ടും ബിഹേവ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ അതെങ്ങനെയാണ് ലൈക്ക് വേവായിട്ട് ബിഹേവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാലോ ഒരു ടൈപ്പ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എടുക്കുന്നതാണെങ്കിൽ, ദാറ്റ് ഈസ് ലൈറ്റ് തന്നെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് ഉദാഹരണമാണ് അല്ലേ. ഇറ്റ് ഹാസ് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ദിസ് വേവ്സ് ഓസിലേറ്റിംഗ് ഇൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം ഈ ഒരു ഫീൽഡിൽ ഇത് ചെയ്യുമ്പോൾ എന്താണ്, അതിനൊരു വേവ് ലൈക്ക് പാറ്റേൺ ആണ് വരുന്നത്. സോ കൂടാതെ തന്നെ നിങ്ങൾ ഫിസിക്സിൻ്റെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് യോങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. അതും വേവ് ആണെന്ന്, ലൈറ്റ് വേവ് പാർട്ടിക്കിൾസ്, വേവ് നേച്ചർ കാണാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ ഒരു ലൈറ്റ് സോഴ്സ് 2 സ്ലിറ്റിലൂടെ പോകുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് അവസാനമായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്ക്രീൻ ഉണ്ടാവുമല്ലോ,
അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസ് ആയിട്ടുള്ള പാറ്റേൺ ആയിരിക്കും. അതായത് ഈ ഒരു ലൈറ്റ് വേവ് രണ്ട് ചെറിയ ഈ ഒരു സ്ലിറ്റിൽ കൂടെ പോകുമ്പോൾ അത് ആഡപ്പ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഇൻ ഫേസ് ആയിട്ടുള്ള രണ്ട് സെയിം ആയിട്ടുള്ള വേവ്സ് ആണെങ്കിൽ ഒരേ ഫേസിലുള്ള വേവ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രൈറ്റ് ഫ്രിഞ്ചസ് കിട്ടുന്നു. ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള വേവ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണെങ്കിൽ അതിന് ഡാർക്ക് ഫ്രിഞ്ചസ് ആയിരിക്കും കിട്ടുന്നത്. സോ ഇതിന് എന്താണ് ബോത്ത് വേവ് ലൈക്ക് ആൻഡ് പാർട്ടിക്കിൾ ലൈക്ക് ഡ്യുവാലിറ്റി നേച്ചർ എന്ത് കാണിക്കുന്നുണ്ട്, ലൈറ്റ് ഫോട്ടോൺസ് കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ ഡി ബ്രോഗ്ലി എക്സ്റ്റെൻഡ് ദാറ്റ് ഓൾ ഫോംസ് ഓഫ് മാറ്റർ ഷോ ഡ്യുവൽ ക്യാരക്ടർ എന്ന് ആര് പറഞ്ഞു, ഡി ബ്രോഗ്ലിയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. Heisenberg uncertainty principle states that it is impossible to accurately determine both the position and the momentum of a microscopic particle simultaneously. അതായത് ഒരു ആറ്റത്തിനൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമുക്കതിൻ്റെ പൊസിഷൻ മെഷർ ചെയ്യാൻ പറ്റും, അതിൻ്റെ മൊമെൻറ്റം അന്നേരം മെഷർ ചെയ്യാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒന്ന് മാത്രമേ ആ ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൻ്റെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ഒരു ഹൈസൻബർഗ് പറഞ്ഞിട്ടുള്ള അൺസർട്ടനിറ്റി എന്നാണ് വരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത് അതിൻ്റെ പൊസിഷന് എന്താണ് റിലേറ്റീവ് പൊസിഷനാണ് ഡെൽറ്റ എക്സ് ഇൻറ്റു അതിൻ്റെ മൊമെൻറ്റ് റിലേറ്റീവ് മൊമെൻ്റ് ആണ് ഡെൽറ്റ പി, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π എന്നാണ് കേട്ടോ ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ആ ഒരു ഇക്വേഷനായിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. ക്വാണ്ടം നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൗ ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് ഇലക്ട്രോൺസ് ആർ ബോത്ത് പാർട്ടിക്കിൾ ആൻഡ് വെയിൻ നേച്ചർ എന്നല്ലേ. സോ വി ആർ റെഡി ടു ലേൺ അബൌട്ട് ഹൗ ഈ ഒരു ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഒരു ആറ്റത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. So the location and energy of every atom in an electron atom is determined by the set of 4 quantum numbers. അപ്പോൾ ഈ ഒരു എവിടെയാണ് അതിൻ്റെ എനർജി വരുന്നത്, അതിൻ്റെ ഷേപ്പ് വരുന്നത്, ലൊക്കേഷൻ വരുന്നത് ഒക്കെ ഈ ഒരു ക്വാണ്ടം നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ 4 ക്വാണ്ടം നമ്പേഴ്സാണ് നമ്മൾ പറയുന്നത്. അത് വെച്ചിട്ടാണ് കേട്ടോ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ an orbital is a region of probability where an electron can be found. And we have there are s, d, p and f orbitals. അപ്പോൾ ഈ ഒരു എസ് പി ഡി എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ഓർബിറ്റൽസ് ഉണ്ടാവും. ആൻഡ് വിത്ത് ഡിഫറെൻറ്റ് ഷേപ്പ് ആയിരിക്കും കേട്ടോ. ഈ ഓരോ ഓർബിറ്റൽസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്സ് ആയിരിക്കും. ഈ ഒരു ഷേപ്പ് നിങ്ങളൊന്ന് നോക്കാം, എസിൻ്റെ ഷേപ്പ് നിങ്ങൾ നോക്കാം, പിന്നെ ഡീൻ്റെ എല്ലാം നോക്കുമെന്ന്. ദാറ്റ് ഈസ് ഈ ഒരു മോർ ഇലക്ട്രോൺസ് an atom has the more of this orbital has been ordered to accommodate them all. ഫസ്റ്റ് ക്വാണ്ടം നമ്പറായിട്ട് നമുക്ക് വരുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. ദറ്റ് ഈസ് എൻ എന്നാണ് കേട്ടോ അതിൻ്റെ വാല്യൂവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ദ ലാർജസ്റ്റ് ദി വാല്യൂ ഓഫ് എൻ ഇസ് ദ ഫർദർ അവേ ഫ്രം ദ ന്യൂക്ലിയസ് ഇറ്റ് ഈസ്. ദറ്റ് ഈസ് n = 1 to up to എത്ര വേണമെങ്കിലും വരാം. അപ്പം n = 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയസിനോട് അടുത്തായിരിക്കും. n = 2 ആ ഒരു 1 കഴിഞ്ഞാൽ തന്നെയാണ് 2 വരുന്നത്. ആൻഡ് അപ് ടു എത്രയാണോ പോസിറ്റീവ് ഇൻറ്റിജർ വാല്യൂസ് ആണ് ഇവിടെ വരുന്നത്. സോ അത് ഏറ്റവും ബേക്കിലുള്ളത് ഈ ന്യൂക്ലിയസിൽ നിന്ന് ഫാർ അവേ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. രണ്ടാമത് വരുന്നത് എസിമുത്തൽ ക്വാണ്ടം നമ്പേഴ്സ് ആണ്. സോ നമ്പർ L എന്നാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ ദിസ് can have any value from 0 to n-1 വരെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് കാണാം L is equal to 0, 1, 2 up to n-1 വരെ. അപ്പം ഒരു എക്സാമ്പിളായിട്ട് n = 3 കൊടുത്തതാണെങ്കിൽ എന്താണ് n = 3 ആണെങ്കിൽ ഇറ്റ് ക്യാൻ ഹാവ് L വാല്യൂ അല്ലേ. ആ ഒരു L വാല്യൂ എന്തായിരിക്കും, either 0, 1 or 2. അതായത് 0 മുതൽ 2 വരെ ആയിരിക്കും. നിങ്ങളൊന്ന് എണ്ണിയാൽ അറിയാം. n = 3 ആണ്. അപ്പോൾ L എന്തായിരിക്കും വരുന്നത് 0, 1, 2 അങ്ങനെ 3 ഷെല്ലുകൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എന്തായിരിക്കും n-1 ആണ് 2 വരുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിളായിട്ട് നോക്കാം. ഇഫ് എൻ ഇലക്ട്രോൺ ഹാസ് n = 3 ആണ് കേട്ടോ നമ്മളിപ്പം പറഞ്ഞത്. ഇനിയിപ്പോൾ n = 4 വെച്ച് നോക്കുന്നതാണെങ്കിലും നമുക്ക് എന്തായിരിക്കും 0, 1, 2, 3 വരെ ആയിരിക്കും L ഉണ്ടാവുന്നത്. ഓക്കെ,
സോ ദ എൽ വാല്യൂ ഡിസ്ക്രൈബ് ദി ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽ. ആ ഓർബിറ്റലിൻ്റെ ഷേപ്പിനെയാണ് കേട്ടോ എൽ വാല്യൂ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എൽ ഈക്വൽ ടു 0 ആണെങ്കിൽ വി ആർ ഡിസ്ക്രൈബിങ് ദി എസ് ഓർബിറ്റൽ. ഇവിടെ നോക്കൂ, നിങ്ങൾ പിക്ചറിൽ കാണാൻ പറ്റുന്നതായിരിക്കും. എൽ ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഓർബിറ്റലിനെയാണ് കേട്ടോ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് എൽ ഈക്വൽ ടു 1 ആണെങ്കിൽ വി ആർ ഡിസ്ക്രൈബിങ് ദി പി ഓർബിറ്റൽ. അവിടെ ആ ഒരു പി ഓർബിറ്റലിൻ്റെ ലോബ്സ് നിങ്ങൾ നോക്കൂ. ദാറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ഔട്ട്വാർഡ്സ് ഓൺ 3 ആക്സിസ് അല്ലേ. എസ് ഓർബിറ്റൽ ഒരു ആക്സിസിലാണ് വരുന്നത് ആൻഡ് പി ഓർബിറ്റൽ 3 ആക്സിസിലായിട്ടാണ് വരുന്നത്. ഓക്കെ. ആൻഡ് എൽ ഈക്വൽ ടു 2ൻ്റെ കേസിലൊന്ന് നിങ്ങൾ നോക്കി നോക്കൂ. വി ആർ ഡിസ്ക്രൈബിങ് ഡി ഓർബിറ്റൽസിനെ കുറിച്ചിട്ടാണ് കേട്ടോ എൽ ഈക്വൽ ടു 2 പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ഓർബിറ്റൽ നോക്കൂ, കുറച്ചും കൂടെ വിയേർഡായിട്ടുള്ളൊരു ലുക്കിംഗ് ആണ് അല്ലേ, വിയേർഡായിട്ടുള്ളൊരു ഇതാണ്. അവിടെ 5 എണ്ണം ഉണ്ട് അല്ലേ, 5 എനർജി ലെവൽസ് ഉണ്ട് എൽ ഈക്വൽ ടു 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി ലാസ്റ്റ് വരുന്നത് എൽ ഈക്വൽ ടു 3. ഈ ഒരു എൽ ഈക്വൽ ടു 3നെ എഫ് ഓർബിറ്റൽസ് എന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടെ എത്ര എനർജി ലെവൽസ് ഉണ്ട്? 1 2 3 4 5 6 7 അപ് ടു 7 എനർജി ലെവൽസ് എൽ ഈക്വൽ ടു 3ൽ വരുന്നുണ്ട്. സോ നെക്സ്റ്റ് വി ഹാവ് ദി മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ് പറയാനുള്ളത്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ നമ്മൾ ML എന്നാണ് കേട്ടോ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ദിസ് കുഡ് ഹാവ് വാല്യൂ ഓഫ് എനിവർ ഫ്രം -L to L. അപ്പം മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ML -L to L വരെയാണ് കേട്ടോ വരുന്നത്. ഇനിയിപ്പം L ഈക്വൽ ടു 0 നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നോക്കാം. L ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഓർബിറ്റലാണ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്തായിരിക്കും? 0 തന്നെയാണ് വരുന്നത്. ഇനിയിപ്പം L ഈക്വൽ ടു 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? L ഈക്വൽ ടു 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പി ഓർബിറ്റലാണ് വരുന്നത്. പി ഓർബിറ്റൽ 3 ആക്സസ് ആണ് ഉള്ളതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 3 ആക്സസിൽ ഫസ്റ്റ് ആക്സസ് വരുമ്പോൾ പി എക്സ് ആണെങ്കിൽ -1 ആയിരിക്കും. ആൻഡ് പി വൈ എന്ന് പറഞ്ഞിട്ടുള്ള ആക്സസ് ആണെങ്കിൽ 0 ആയിരിക്കും വരുന്നത്. പി സെഡ് പറഞ്ഞിട്ടുള്ള ആക്സസ് ആണെങ്കിൽ 1 ആയിരിക്കും വരുന്നത്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ L ഈക്വൽ ടു 2 ആയിട്ട് വരുന്നത്. L ഈക്വൽ ടു 2 ആണെങ്കിൽ നമുക്കിവിടെ 5 എനർജി ലെവൽ ഉണ്ടെന്നാണ് നേരത്തെ പറഞ്ഞത്. ഇതൊരു ഡി ബ്ലോക്ക് ആണ്. അപ്പോൾ 5 എനർജി ലെവൽ ഉണ്ടാവും. 2 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് -2 to 2 വരെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 5 എനർജി ലെവൽസ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ L ഈക്വൽ ടു 3 ആണെങ്കിൽ എന്താണ് -3 മുതൽ 3 വരെ. അപ്പോൾ ഇത് കണക്കിലാക്കാൻ എന്താണ് ഇവിടെ നിങ്ങൾക്ക് അറിയാലോ, ML ഈസ് ഈക്വൽ ടു -L to L. അപ്പോൾ എത്ര L ആണോ ഉള്ളത് അത് തന്നെ ആയിരിക്കും ML എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു റേഞ്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക്. ഇതൊന്നും ഈ ഒരു പിക്ചർ തന്നെ നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ 4th നമ്പർ വരുന്നത് സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ് ആണ് കേട്ടോ. ഈ ഒരു സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ one will be either +half or -half. എന്തായി കഴിഞ്ഞാൽ no matter what, so every electron in an atom has a unique set of quantum numbers. അപ്പം നമ്മുടെ ഒരു സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ് MS ആണ്. ദാറ്റ് ഈസ് +half ഉണ്ട് -half ഉണ്ട്. സോ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഓൾ ദ ക്വാണ്ടം നമ്പേഴ്സ് ആണ്. ഓൾ ദ ക്വാണ്ടം നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. N എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? അതിൻ്റെ എനർജി ലെവലാണ്. L എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓർബിറ്റൽ ടൈപ്പ് ഏതാണ്? S ഉണ്ട്, P ഉണ്ട്, D ഉണ്ട്, F ഓർബിറ്റൽസ് ഉണ്ട്. ആൻഡ് ML എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സ്പെസിഫിക് ഓർബിറ്റലിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് MS ലാസ്റ്റ് വരുന്ന MS ദാറ്റ് ഈസ് സ്പിന്നാണ്. അത് എങ്ങോട്ടേക്കാണ് സ്പിൻ ചെയ്യുന്നത്? ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? ആ ഒരു രീതിയിൽ. So every electron in an atom has a unique set of quantum numbers. Number of 2 electrons number of electrons in an atom can have precisely the same for quantum numbers. Okay. അപ്പം ഈ ഒരു പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഇത് പറയുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വെച്ച് നോക്കുന്നതാണെങ്കിൽ ഇത് ഫസ്റ്റ് ഓർബിറ്റലാണ് വരുന്നത്. ഫസ്റ്റ് 1s ഓർബിറ്റലാണ് വരുന്നത്. അതെന്താണ്? S ഓർബിറ്റൽ ആയതുകൊണ്ട് N ഈക്വൽ ടു 1 ഫസ്റ്റത്തുള്ള ഷെല്ലിലാണ് വരുന്നത്. സോ അവിടെ 1 ആയതുകൊണ്ട് നമ്മുടെ L വരുന്നത് 0 ആയിരിക്കും. എൻ്റെ ML വരുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് സ്പിന്നാണ് +half or MS -half ആയിട്ട് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. സോ
ഇത് N1-ൻ്റെ കേസിലാണ് നമ്മളിത് പറയുന്നത് എസ് ഓർബിറ്റലിൽ. ഇനി n=2 ആകുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തായിരിക്കും വരുന്നത്? n=2 എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ എനർജി ലെവലിലേക്ക് നമ്മൾ പോയി. രണ്ടാമത്തെ എനർജി ലെവലിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്താണ് L ഡിസ്കസ് ചെയ്യുന്നത്. L=0 ഉണ്ടാവും, L=1 ഉണ്ടാവും അല്ലേ? രണ്ട് ഷേപ്പ് ഉണ്ടാവും ഓർബിറ്റലിന്. അതിൽ ഫസ്റ്റ് വരുന്നത് എസ് ഓർബിറ്റലായിരിക്കും, രണ്ടാമത് വരുന്നത് പി ഓർബിറ്റലായിരിക്കും. 2s ഓർബിറ്റലും 2p ഓർബിറ്റലും ആയിരിക്കും n=2 വരുന്നത്. അവിടെ അതിൻ്റെ ML എന്തായിരിക്കും? ML=0. ഓക്കെ, L=0 ആണല്ലോ. സോ ഓൾവേസ് അതിൻ്റെ ML എന്ന് വെച്ച് കഴിഞ്ഞാലും 0 ആയിരിക്കും കേട്ടോ. ഇവിടെ L=1 ആണ് വരുന്നത്. 1 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ML എന്തായിരിക്കും? -1 to 1 വരെ. ദാറ്റ് ഈസ് ML നമ്മൾ നേരത്തെ പറഞ്ഞു -L to L വരെയാണ്. ഇവിടെ L എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ അതിൻ്റെ ML വരുന്നത് -1 to 1 വരെ ആയിരിക്കും കേട്ടോ. ഇനി n=3 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? L ഓർബിറ്റിൽ L0 ഉണ്ടാവും, L1 ഉണ്ടാവും, L2 ഉണ്ടാവും. അപ്പം L0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഓർബിറ്റൽ ആണ് കാണിക്കുന്നത്. L1 എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഓർബിറ്റലായിരിക്കും. ആൻഡ് L2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ഓർബിറ്റലായിരിക്കും. ഇവിടെ n=3 ആയതുകൊണ്ടാണ് 3s 3p 3d എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ ലെവലാണ്. 2 ഇലക്ട്രോൺ, 8 ഇലക്ട്രോൺ, 18 ഇലക്ട്രോൺ. അത് 2 × n⁻²2 എന്ന ഫോമാറ്റിലായിരിക്കും കേട്ടോ ഉണ്ടാവുന്നത്. ഈ ഒരു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ ലെവൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ഓർബിറ്റൽ നെയിം കെ ഷെല്ലിൽ എന്താണ്? 2 ഇലക്ട്രോൺ. കെ ഷെല്ലിലുള്ള സബ് ഷെല്ലായിട്ടുള്ള എസ്സിൽ എന്താ? 2 ഇലക്ട്രോൺസ് ആയിരിക്കും. എൽ ഷെല്ലിലാണെങ്കിൽ എസ്സും പിയും ഇലക്ട്രോൺസ് ഉണ്ടാവും. അവിടെ എന്താണ്? ടോട്ടലി എസ്സും പിയും കൂടെ എന്താണ്? 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇനി എമ്മിലാണെങ്കിൽ എം ഷെല്ലിലാണെങ്കിൽ എസ് പി ഡി പറഞ്ഞിട്ടുള്ള സബ് ഷെല്ലുണ്ടാവും. അവിടെ ടോട്ടൽ ഇലക്ട്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 ഇലക്ട്രോൺ ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാമല്ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒഫ്ബോ പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. ഒഫ്ബോ പ്രിൻസിപ്പിൾ പറയുന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഈ ഒരു എനർജി ലെവൽ ഉണ്ടാവുമല്ലോ, കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എനർജി ലെവൽ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പിക്ചർ തന്നെ നിങ്ങൾ നോക്കാം. ഇതിൽ ഇൻക്രീസിങ് ഓർഡറിലാണ് വരുന്നത്. ഫസ്റ്റ് ലോവർ എനർജി ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1s ആയിരിക്കും, പിന്നെ 2s വരും, പിന്നെ 2p കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ 3s വരുന്നത്, പിന്നെ 3p ആണ്, പിന്നെ 4s കഴിഞ്ഞാലാണ് 3d വരുന്നത്. അപ്പോൾ നമ്മളൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പം ഈ ഒരു ഫോമാറ്റിലാണ് ആവണം എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു ഒഫ്ബോ പ്രിൻസിപ്പിൾ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഹൺസ് റൂളാണ് പറയുന്നത്. ഹൺസ് റൂൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സിംപ്ലി നിങ്ങൾക്ക് ഹൺസ് റൂളിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, എലമെൻറ്റ്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കുറച്ച് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ടു നിയോൺ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അതിൻ്റെ തൊട്ടടുത്ത് കൊടുത്തിട്ടുണ്ട്. ലിഥിയത്തിൻ്റെ നോക്കൂ 1s2 2s1 എന്നാണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ഡയഗ്രാം നോക്കൂ നിങ്ങൾ. ഇപ്പുറത്ത് 1s നമ്മളെന്താ 1s2 ആണ് വരുന്നത്. അപ്പോൾ 1s2-ൽ 2 ആരോ മാർക്ക് ഉണ്ട്. അതാണ് സ്പിൻ ചെയ്യുന്നതെന്ന് നമ്പറല്ലേ, സ്പിൻ ക്വാണ്ടം നമ്പറിൽ. അതിലിവിടെ 100 റൂൾസ് ആണ് കേട്ടോ വരുന്നത്. അതായത് 1 ആരോ മാർക്ക് അപ്പാണ്, 1 ആരോ മാർക്ക് ഡൗൺ ആയിട്ടുമാണ് ഉള്ളത്. അപ്പോൾ അവിടെ 2 ഇലക്ട്രോൺ ആണ് 1s2, 2 ഇലക്ട്രോൺ ആണുള്ളത്. സോ അത് ആ ഒരു സബ്ഷെല്ല് ഫില്ല് ചെയ്തു. ഇനി രണ്ടാമത് വരുന്നത് 2s1 ആണ്. അപ്പോൾ 2sൽ നമുക്ക് എസ്സിൽ എത്ര എണ്ണം? 2 എണ്ണം, 2 ഇലക്ട്രോൺസിനെ നമുക്ക് ഉൾക്കൊള്ളാനാവും. പക്ഷേ ഇവിടെ നമ്മുടെ ലിഥിയത്തിന് ആകെ 2sൽ എന്താണ് 1 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സ്പിൻ ചെയ്യുന്ന ആ ഒരു ഇലക്ട്രോൺ മുകളിലേക്കായിരിക്കും വരുന്നത്, അതിൻ്റെ ഒരു ഡയറക്ഷനായിട്ട് വരുന്നത് കേട്ടോ. പിന്നെ 2p എന്തായിരിക്കും? ഒഴിഞ്ഞിട്ടായിരിക്കും. 2pയിലേക്കൊന്നും ഇലക്ട്രോൺസ് ഇല്ല. ഇനിയിപ്പോൾ ബെറിലിയത്തിൻ്റെ കേസിൽ നിങ്ങൾ നോക്കൂ, ബെറിലിയം 1s2-ൽ ഫുള്ളായിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട്, 2s2-ൽ ഫുള്ളായിട്ട് ഫിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിൽ ചെയ്ത ആ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാം അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് ആരോ ഫിൽ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഇതിൽ തന്നെ 100 റൂൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 100 റൂൾ മനസ്സിലാക്കേണ്ടത് നമുക്കിപ്പം നൈട്രജൻ്റെ ഒന്ന് എടുത്തു നോക്കാം. നൈട്രജൻ്റെ ആ ഒരു വിന്യാസം, ഇലക്ട്രോണിക് വിന്യാസം നോക്കാം നമുക്ക്. 1s2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളായി കംപ്ലീറ്റ്ലി ഫില്ലായിട്ടുണ്ട്. 2s2
2s2 എന്താ കംപ്ലീറ്റ്ലി ഫില്ലായിട്ടുണ്ട്. ഇനിയിപ്പോൾ 2p3 മൂന്നെണ്ണമാണ് അല്ലേ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ അവർ 2pൻ്റെ കേസ് നിങ്ങൾ നോക്കാം. അവിടെ എന്താണ് 3 ഏരോ മാർക്ക് ഉണ്ട്. അത് ഓരോ കോളത്തിലായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ ഒരു ഫസ്റ്റ് കോളത്തിൽ തന്നെ 2 ഏരോ മാർക്ക് ഫില്ല് ചെയ്തിട്ടില്ല, അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട്. അപ്പോൾ ഹാൻസ് റൂൾ പറയുന്നതും ഇത് തന്നെയാണ്. ഫസ്റ്റ് തന്നെ ഓൾറെഡി എല്ലാ ആരോസും ഓരോന്നിലുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇപ്പം 1s2ൻ്റെ കേസിലാണെങ്കിൽ അവിടെ നോർമലി 2 ഇലക്ട്രോൺസ് ഉണ്ട് ആ എസ് ഓർബിറ്റിൽ. സോ അത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് അത് ഫില്ല് ചെയ്തു. പക്ഷേ ഇവിടെ 2pൻ്റെ കേസിൽ 3 ഇലക്ട്രോൺസേ ഉള്ളൂ. 6 ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാലേ നമുക്ക് ഇങ്ങനെ എന്താ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. സോ ഇതിന് ഒരു എക്സെപ്ഷൻ കേസ് വരുന്നുണ്ട്. ഒരു കോൺഫിഗറേഷനിൽ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെ ആണ് കേട്ടോ വരുന്നത്. സോ ഇറ്റ്സ് ഡിഫർ ഡ്യൂ ടു ദി സ്റ്റെബിലിറ്റി പ്രൊവൈഡഡ് ബൈ ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ് സബ്ഷെൽസ്. അപ്പോൾ ഇത് ഹാൻസ് റൂൾ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റെബിലിറ്റി ഓഫ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത്. ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് 24. അറ്റോമിക് നമ്പർ റെപ്രസെൻറ്റ് ടു ഇറ്റ്സ് പ്രോട്ടോൺസ്. ന്യൂക്ലിയസിൽ ഉണ്ടാകുന്ന പ്രോട്ടോൺസ് ആണ് അറ്റോമിക് നമ്പർ വരുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യും ആ ഒരു കോൺഫിഗറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1s2 2s2 2p6 3s2 3p6 4s2 3d4 ആണെന്ന്. അപ്പോൾ ഈ മുകളിലുള്ള ആ ഇതും കൂട്ടിക്കഴിഞ്ഞാൽ 24 കിട്ടും, അറ്റോമിക് നമ്പർ കിട്ടും. പക്ഷേ ആക്ച്വൽ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റത്തുള്ള ഇത് കണ്ടല്ലോ നിങ്ങൾ, ദറ്റ് ഈസ് 4s എക്സ്പെക്റ്റഡ് കോൺഫിഗറേഷനിൽ ലാസ്റ്റ് വരുന്ന 4s2 3d4. ഓക്കെ, നമ്മൾ അങ്ങനെ ആയിരിക്കും അഫ്ബോ പ്രിൻസിപ്പിൾ പ്രകാരം വിചാരിക്കുന്നത്. പക്ഷേ നമ്മുടെ ചില ആറ്റംസ് ഉണ്ടാവുമല്ലോ, അത് സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ അത് ഫുള്ളി ഫിൽഡ് ആവണം. ഇപ്പം ഡീൻ്റെ കേസിലാണെങ്കിൽ D10 ആണല്ലേ വരുന്നത് അല്ലേ, ഫുള്ള് കംപ്ലീറ്റ് ആവാൻ വേണ്ടി D10 ആണ് വരുന്നത്. അപ്പം അതെന്താണ്, അതിന് സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ അത് ഫുള്ളി കംപ്ലീറ്റഡ് ആവണം, അല്ലെങ്കിൽ അത് ഹാഫ് കംപ്ലീറ്റഡ് ആവണം. ഇവിടെ അതുകൊണ്ടാണ് ക്രോമിയത്തിൻ്റെ കേസിൽ ഇത് ഹാഫ് കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ മാത്രമേ സ്റ്റെബിലിറ്റി കിട്ടത്തുള്ളൂ. നമ്മളിപ്പോൾ ആക്ച്വലി വിചാരിക്കുന്ന കോൺഫിഗറേഷൻ പോലെയല്ല ക്രോമിയത്തിൻ്റെ കേസിൽ വരുന്ന ആക്ച്വൽ കോൺഫിഗറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് സബ്ഷെല്ലായിട്ട് വരുന്നത് 4s1 3d5 എന്നാണ് കേട്ടോ. അത് 3d10 ആണ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുന്ന ഒരു ഡി ഓർബിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ അതിൻ്റെ ഹാഫ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു ആറ്റത്തിന് സ്റ്റെബിലൈസ് ആവാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 3d5. അപ്പോൾ 3d5 ആയതുകൊണ്ട് തന്നെ 4s1 എന്തായിരിക്കും, 4s എന്തായിരിക്കും, ഒരു ഇലക്ട്രോൺ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇത് തന്നെയാണ് കോപ്പറിൻ്റെ കേസിലും വരുന്നത്. അറ്റോമിക് നമ്പർ 29 ആണ്. എക്സ്പെക്റ്റഡ് നമ്മൾ ചെയ്യുന്നത് 4s2 3d9 ആയിരിക്കും എന്നാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ ആക്ച്വൽ കോൺഫിഗറേഷൻ വരുന്നത് 3dനെ നമ്മൾ ഫുള്ളി ഫിൽഡ് ആക്കും. ഓക്കെ, അപ്പം ആ ഒരു ഇലക്ട്രോണിനെ 3d 4s വാങ്ങും. അപ്പം 3d10 ആവും, 4s1 ആയിട്ട് റിമെയിൻ ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലോറിൻ ആറ്റത്തിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് അത് 1s പോയി 2s അത് കംപ്ലീറ്റ്ലി ഫിൽഡായി. പിന്നെ 2pയിലാണ് ഫിൽഡ് ആവുന്നത് അല്ലോ. പിന്നെ 4s ഫിൽഡായി. ഹൺസ് റൂൾ പ്രകാരം ഈ ഒരു ക്ലോറിനിൽ ലാസ്റ്റ് ഇലക്ട്രോൺസിൽ 5 സബ്ഷെല്ലിൽ 5 ഇലക്ട്രോൺസാണ് ഉള്ളത്. അത് ഓരോന്നായിട്ട് വെച്ചിട്ട് ഹൺസ് റൂൾ പ്രകാരം ഇവിടെ ഫില്ലാവുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചിത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറിൻ്റെ 1s2 2s2 2p6 3s2 3p5 എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് 2 എന്ന് പറയുന്നത് n വാല്യൂ ആണ്. ആൻഡ് 5 raised to ആയിട്ട് വരുന്നത് എന്താണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പീരിയോഡിക് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിലുണ്ടല്ലോ ഈ ഒരു പീരിയോഡിക് ടേബിളിൽ നമ്മുടെ ലെഫ്റ്റ് ഭാഗം S ബ്ലോക്ക് ആണ്, ആൻഡ് റൈറ്റ് തിങ് P ബ്ലോക്ക്, നടുവിലുള്ളത് D ബ്ലോക്ക്, ആൻഡ് ലാസ്റ്റ് വരുന്നത് F ബ്ലോക്ക് ആണ്. ഇതിലിപ്പോൾ നമുക്ക് പെർട്ടിക്കുലറായിട്ട് ഈ ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടല്ലോ ക്ലോറിൻ ആറ്റത്തിനെ കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ക്ലോറിൻ വരുന്ന ഈ ഒരു പീരിയോഡിക് ടേബിളിൽ 17 നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ എന്നറിയാം, 17. അപ്പോൾ അതിൻ്റെ സബ്ഷനിൽ n = 1. പിന്നെ നമ്മൾ അതിൻ്റെ 1s2 എന്ന് എഴുതും നമ്മളിപ്പം. പിന്നെ n = 2 ആയിട്ട് എനർജി ലെവൽ ഒന്ന് പറഞ്ഞു 2s2 ആയി വരുന്നു. ആ ഒരു എനർജി ലെവലിൻ്റെ സെയിം ഇപ്പുറത്തുള്ളത് എന്താണ് 2p6 അല്ലേ, p ഓർബിറ്റലാണ്.
പിന്നെ നോക്കുമ്പോൾ എസ്സിൽ പിന്നെയും വന്നു n=3, അത് 3s2 വരുന്നു. പിന്നെ ക്ലോറിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് 1 2 3 4 5. അപ്പം പി ബ്ലോക്കിൽ എന്താണ്, അഞ്ചാമത്തെയാണ് ക്ലോറിൻ വരുന്നത്, 3p5. ഇനിയിപ്പോൾ അവിടെ തന്നെ നമ്മൾ നോബിൾ ഗ്യാസ് ആയിട്ട് നിയോണിൻ്റെ നോക്കാം. നിയോണിൻ്റെതും ഏകദേശം ഇതേപോലെ തന്നെയാണ് അതിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷന് വരുന്നത് കേട്ടോ. 3s2 3p5 എന്നാണ് വരുന്നത് ഈ ഒരു നിയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് പീരിയോഡിക് ടേബിൾ വൈസ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു 1s2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എനർജി ലെവലാണ്. എൻ്റെ എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓർബിറ്റിൽ എത്രാമത്തെ ഏത് ഓർബിറ്റിലാണ്, എസ് ഓർബിറ്റിൽ. പിന്നെ അതിൻ്റെ റേസ് ടു ആയിട്ട് വരുന്നത് എന്താണ്, ആ ഒരു ഓർബിറ്റിൽ എത്ര വാല്യൂസ് ഉൾക്കൊള്ളുന്നു, എത്ര ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഹൺസ് റൂൾ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു കോൺഫിഗറേഷൻ വരുന്നതെന്ന്. അപ്പം കംപ്ലീറ്റ്ലി ഫിൽഡ് ആവാത്തത്, ഹാഫ് ഫില്ലായിട്ട് മാത്രം നിൽക്കുന്നല്ലേ, അതിനെ അത്തരം എലമെൻസിനെ നമ്മൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയും കേട്ടോ. ആൻഡ് ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള, ഇപ്പം ബെറിലിയം നിയോണൊക്കെ ഫുള്ളി ഫിൽഡാണ്. അതായത് അതിൻ്റെ 1s കംപ്ലീറ്റ്ലി ഫിൽഡാണ്, 2s നോക്കുന്നതാണ് കംപ്ലീറ്റ്ലി ഫിൽഡാണ്, 2p6 അതും ഫുള്ളി ഫിൽഡാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം എലമെൻസിനെ നമ്മൾ ഡയാമാഗ്നറ്റിക് എലമെൻറ്റ്സ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഫസ്റ്റ് സ്ട്രക്ചർ ഓഫ് ആറ്റം, അതിൻ്റെ ഹിസ്റ്ററി പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് J.J. തോംസൺ, പിന്നെ റൂദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞു. പിന്നീട് ഒരു കംപ്ലീറ്റ് ഒരു ആറ്റമിക് സ്ട്രക്ചർ കൊടുത്തത് ആരാണ്, നമ്മുടെ ബോറാണ്. പിന്നെ അദ്ദേഹത്തിന് പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഹൈഡ്രജൻ ആറ്റത്തെക്കുറിച്ച് പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷൻ കാരണം എന്താണ്, ഒരു അറ്റോമിക് സ്ട്രക്ചർ നല്ല രീതിയിൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് പറയാൻ കഴിഞ്ഞില്ല. സോ അതൊക്കെ കണ്ട് നമ്മൾ അതെന്താണ് ലിമിറ്റേഷൻ വരുന്നത്, അത് ഈ ഹൈഡ്രജൻ ആറ്റത്തിൽ മാത്രമാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്, വേറെ ആറ്റംസിൽ അത് വരുന്നില്ല അല്ലേ, നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ചിട്ടാണ് പഠിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഡ്യുവൽ പാർട്ടിക്കിൾ, അതായത് അതിൻ്റെ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഇതൊക്കെ കണ്ടു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഞാനിപ്പം ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു.